വേദിയിലിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് മാസ്റ്റർ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി പി വി ഷുഹൈബ്, NWF സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീമ ടീച്ചർ, ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ സിദ്ദീഖ് സാഹിബ്, എൻ്റെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ദൈവാനുഗ്രഹം കൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ ചരിത്രപഥത്തിൽ 9 ആണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് കാലത്ത് 10:30 സംസ്ഥാന പ്രസിഡന്റായിരുന്ന VM ഫഹദ് പതാക ഉയർത്തിയതോടുകൂടെ ആരംഭിച്ച 9ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയം വിലക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്കാണ് വിദ്യാർത്ഥിയുടെ അതിജീവന ശ്രമങ്ങൾക്ക് കരുത്തുപകരാൻ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം 2005 ഓഗസ്റ്റ് മാസം 30-ാം തീയതി രൂപം കൊള്ളുന്നത്. ഇന്നിപ്പോൾ 9 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. കേരളത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനഗതി വിലയിരുത്തിയാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ ബോധത്തെ സജീവമാക്കി നിർത്താൻ ക്യാമ്പസ് ഫ്രണ്ടിന്റെ സാന്നിധ്യത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമായി ക്യാമ്പസ് ഫ്രണ്ട് മനസ്സിലാക്കുന്നു. ധാരാളം വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നേര് പറയുന്ന രാജ്യത്തെ രാഷ്ട്രീയ വർത്തമാനങ്ങളോട് സത്യസന്ധമായി സംവദിക്കുന്ന ഒരു ദൗത്യമേറ്റെടുത്തുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ പ്രവർത്തന പദത്തിൽ നമുക്ക് കരുത്തായിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന്റെ പാതയിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചവരാ. 1ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ ആവശ്യാർത്ഥം ഓടി നടന്നിരുന്ന ഒരു പ്രവർത്തകൻ ആക്സിഡന്റിൽ പെടുന്നു. കാലിന് ഗുരുതരമായി പരിക്ക് പറ്റി ICUവിൽ പ്രവേശിപ്പിച്ച സഹോദരനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ സഹോദരൻ ആദ്യമായി ചോദിച്ചത് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രസ് റിലീസ് എല്ലാം കൊടുത്തു കഴിഞ്ഞോ എന്ന. ഇത്തരത്തിൽ ഈ പ്രസ്ഥാനത്തെ, ഈ വിദ്യാർത്ഥികളുടെ ഈ ഛേദോവികാരത്തെ നെഞ്ചോട് ചേർത്ത അനേകായിരം പ്രവർത്തകരുടെ ത്യാഗവും ഊർജവുമാണ് ഈ പ്രസ്ഥാനത്തെ 10ാം വർഷത്തിലേക്ക് കാലെടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനവും പ്രേരകവുമായിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങള് കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചാവേദികളിൽ എന്നും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രദേശത്തോട് അധികാരവർഗം വളരെ കൃത്യമായ വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകര് മലബാർ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ആ ക്യാമ്പയിന് നേരെ അധികാരത്തിന്റെ മുൻപുപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ ഗുണ്ടാ വിപ്ലവ സംഘടനകളും ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ അത് തടയാൻ വേണ്ടി, വിദ്യാർത്ഥികൾക്ക് ആവേശം നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് ധൈര്യം തന്ന ഞങ്ങളുടെ ഒരു രക്ഷിതാവുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ, ഷഹീദ് സൈനുദ്ദീൻ. അവരാണ് ഈ പ്രസ്ഥാനത്തിന് ഊർജം നൽകിയത്. ഈ പ്രസ്ഥാനത്തിന് വഴി കാണിച്ചു തന്നത് അവരാണ്. തീർന്നിട്ടില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പീഡനത്തിനിരയായി, RSSന്റെ വിദ്യാർത്ഥി വിഭാഗമായ ABVPയുടെ പീഡനത്തിനിരയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പഠനം നിഷേധിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അവരാണ് ഈ പ്രസ്ഥാനത്തെ ഈ പരുവത്തിലേക്ക് എത്തിച്ചുള്ളത് എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഞാൻ അനുസ്മരിക്കുകയാണ്. തീർന്നിട്ടില്ല. ഈ പ്രസ്ഥാനത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടി ഭരണകൂടം അവരുടെ അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് തടവറകൾക്കുള്ളിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ അയച്ചപ്പോൾ ആവേശത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ തടവറ സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അവരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരെ, മുന്നോട്ട് നയിച്ചവരെ, വഴി കാണിച്ചു തന്നവരവരാ. അവരെ ഞാൻ ഈ 10ാം വാർഷികത്തിലേക്ക്, 10ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അഭിമാനത്തോടുകൂടെ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർന്നിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ നിന്ന് പീഡനങ്ങളും അവഗണനയും തെരുവിളികളും കേട്ട് ആവേശം കൊണ്ട ഞങ്ങളുടെ ഊർജം കൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കാനുള്ള, ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികളെ ജനാധിപത്യവൽക്കരിക്കാനുള്ള പ്രക്രിയയിലേക്ക് ഞങ്ങൾ കൂടുതൽ ആവേശത്തോടെ അടുക്കുമെന്ന് ഈ സമ്മേളനം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഏറ്റെടുക്കാനുള്ള വെല്ലുവിളികൾ ധാരാളമാണ് പ്രിയമുള്ളവരെ. അതിഭീകരമായ ഒരു വർത്തമാനത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം RSS ആണോ ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണോ ഭരിക്കുന്നത്, ലോകോത്തര കോർപ്പറേറ്റുകളാണോ ഭരിക്കുന്നത് എന്ന് ഒറ്റവാക്കിൽ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്തത്ര അതിസങ്കീർണമായ ഒരു രാജ്യത്തിന്റെ വർത്തമാനത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സത്യസന്ധമായി അഡ്രസ് ചെയ്യേണ്ടത്, അഭിമുഖീകരിക്കേണ്ടത് ഈ രാജ്യത്തെ യുവ സുഹൃത്തുക്കളാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണ്. ആ യുവജനങ്ങൾ രാഷ്ട്രീയക്കാരന്റെ അരമനയിൽ അവന്റെ ചിന്തയും നിലപാടുകളും പണയപ്പെടുത്തിയാൽ രാജ്യത്തിന്റെ വർത്തമാനം അതിഭീകരമായ രീതിയിൽ പിറകോട്ട് പോകും. അതിനിടവെന്നുകൂടാ നമ്മുടെ ക്യാമ്പസുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണപക്ഷത്തിന്റെ നരേന്ദ്രമോദിയാവട്ടെ, സംസ്ഥാന ഗവൺമെന്റ് ആവട്ടെ, പലതരത്തിലുള്ള ജനവിരുദ്ധ നിലപാടുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും ജനങ്ങൾക്ക് ലഭ്യമാകാത്ത തരത്തിൽ കാര്യങ്ങൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല അപ്പാടെ കാവ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ചരിത്രം രചിക്കുന്നതിന് മുമ്പേ വിമാനം പറത്തി വിമാനത്തിൽ യാത്ര ചെയ്തത് ചരിത്രമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശാസ്ത്രമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങുകളായി നമ്മുടെ സിലബസുകളെ മാറ്റാനുള്ള ഒരു ശ്രമം വളരെ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്നത് നാം ജാഗ്രതയോടുകൂടെ കണ്ണുമിഴിച്ചിരുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്കുറപ്പാണ് നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ വർത്തമാനത്തെയും നമ്മുടെ ഭാവിയെയും വളരെ അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായാണ് ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ജാഗ്രത പാലിച്ചേ പറ്റൂ. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ അവരുടെ വികാസത്തിന് വേണ്ടി, അവരുടെ ദൈക്ഷണികമായ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ സർഗവാസനയെ വളർത്തുന്നതിന് വേണ്ടി, അവരുടെ അക്കാദമിക നിലവാരം വളർത്തുന്നതിന് വേണ്ടി സർവോപരി ഒരു മനുഷ്യനാണ് ധർമ്മബോധമുള്ള, ധാർമ്മിക ബോധമുള്ള, മൂല്യബോധമുള്ള, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു യുവാവാണ്, ഒരു വിദ്യാർത്ഥിയാണ് താനെന്ന് അഭിമാനത്തോടുകൂടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് നമുക്ക് നമ്മുടെ ക്യാമ്പസുകൾക്ക് നഷ്ടപ്പെട്ടുകൂടാ. ആ ഒരു തിരിച്ചറിവ് എന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും എന്നെ ശ്രമിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഉണ്ടാവണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് മുമ്പിൽ പ്രതിബന്ധങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി കേവലം ചില കായിക പ്രകടനങ്ങളുടെ ഭാഗത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കാനുള്ള, സൈഡ് ലൈൻ ചെയ്യാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമ്പസ് ഫണ്ട് രൂപീകൃതമായതിനു ശേഷം 2005 തന്നെ
കോഴിക്കോട് ജില്ലയിലെ മടപ്പള്ളി കോളേജിൽ SFIയുടെ പ്രവർത്തകർ നമ്മളുടെ പ്രവർത്തകരെ ആദ്യമായി ആക്രമിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ചുകൊണ്ട് അവരുടെ അക്രമവാസന കോഴിക്കോടിൽ തുടങ്ങി. അവിടെ നിന്ന് തന്നെ SFI അവരുടെ അക്രമവാസനയും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് അവസാനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വരെ എത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് മുമ്പിൽ പ്രതിബന്ധങ്ങൾ ധാരാളമാണ്. ഈ പ്രതിബന്ധങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ പ്രവർത്തന ശേഷിയെ, നമ്മുടെ ക്രിയാശേഷിയെ നഷ്ടപ്പെടുത്താനുള്ള സമയം നമുക്കില്ല. നമ്മെ എതിർക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉൾപ്പെടെ ഞങ്ങളെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ അവസാനം ഒന്ന് തിരിച്ചു ചൊറിയുമ്പോൾ നിങ്ങളുടെ ചൊറിച്ചിൽ അവസാനിപ്പിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കതിന് സമയമില്ല. ചൊറിഞ്ഞു കളിക്കാനും തൊട്ടുകളിക്കാനും ഈ രാജ്യത്തെ ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ദൗത്യമേറ്റെടുത്ത ക്യാമ്പസ് ഫ്രണ്ടിന് തൊട്ടുകളിക്കാനും ചൊറിഞ്ഞു കളിക്കാനും സമയമില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ വഴിമുടക്കാതെ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ നിങ്ങൾ ചൊറിഞ്ഞു കളിക്കാതെ ഞങ്ങളോട് അവസരം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇതൊരു സമരമാണ്. മരണം വരെ ഒരു മനുഷ്യൻ, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ, അവന്റെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകേണ്ട സമരത്തിന്റെ തുടക്കമാണ് നമ്മൾ ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. അവസാനം ചക്രശ്വാസം വലിക്കുന്നതിന് മുമ്പ് നാം നിലവിളിച്ചിട്ട് കാര്യമില്ല. പകരം നാം നമ്മുടെ ജീവിതകാലത്ത് ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നാൽ തീർച്ചയായും യുവത്വകാലത്ത് ഇതിനുള്ള അവസരമാണ്. ആ അവസരം നാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവസാനം ഈ നക്ഷത്രാങ്കിത ആകാശനീല പതാക കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്വതന്ത്രവും ജനാധിപത്യപരവുമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ ക്യാമ്പസുകൾ എത്തുന്നതുവരെ നാം ഈ നക്ഷത്രാങ്കിത ആകാശനീല പതാകയ്ക്ക് കീഴിൽ അടിയുറച്ച് നിൽക്കുമെന്നുള്ള പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് 10ാം വർഷത്തിലേക്ക് കടക്കാം. എല്ലാ സഹപ്രവർത്തകരെയും അതിനാഹ്വാനം ചെയ്തുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിസംഹരിക്കുന്നു. ജയ് ക്യാമ്പസ് ഫ്രണ്ട്.